ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തേക്ക് കേസ് ഡയറി. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ക്രഷർ ഉടമ ദീപു സോമൻ്റെ കൊലപാതകത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിയുകയാണെന്ന് അന്വേഷണ സംഘം. ദീപുവിനെ കൊലപ്പെടുത്തിയത് ക്ലോറോഫോം നൽകി ബോധം കെടുത്തിയ ശേഷമെന്ന് പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ കുറ്റസമ്മത മൊഴി. സംഭവത്തിൽ മറ്റൊരാൾ കൂടി പങ്കുള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. ഗുണ്ടാപ്പണിയും അടിപിടിയും സ്ഥിരമാക്കി അമ്പിളി പിടിയിലായി ഒരു ദിവസം കഴിഞ്ഞിട്ടും വട്ടം കറങ്ങുകയാണ് പോലീസ്. ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും വിചിത്ര മൊഴിയാണ് ഇയാൾ നൽകുന്നത്. കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി ദീപു തന്നെ പറഞ്ഞിട്ടാണ് കഴുത്തറുത്ത് കൊന്നതെന്ന വിചിത്ര മൊഴിയാണ് അമ്പിളി ആവർത്തിക്കുന്നത്. കൂട്ടുപ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഈ മൊഴിക്ക് പിന്നിലെന്ന് വിലയിരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാറശാല സ്വദേശി സുനിലിന്റെ പങ്ക് വ്യക്തമായത്. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും സർജിക്കൽ ഷോപ്പ് നടത്തുന്ന സുനിലാണ് ദീപുവിനെ കൊല്ലാനുള്ള സർജിക്കൽ ബ്ലേഡും കൊലയ്ക്ക് ശേഷം മാറാനുള്ള വസ്ത്രവും അമ്പിളിക്ക് നൽകിയത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാനായി കാറിൽ കൂട്ടിക്കൊണ്ടുവരാമെന്നും സുനിൽ പറഞ്ഞിരുന്നതായാണ് വിവരം. കൊലയ്ക്ക് 2 ബ്ലേഡുകളാണ് അമ്പിളി കരുതിയത്. കട്ടർ ബ്ലേഡ് ഉപയോഗിച്ചാണ് ആദ്യം കഴുത്തറുത്തത്. പക്ഷേ ബ്ലേഡ് ഒടിഞ്ഞുപോയി. തുടർന്ന് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. ഒടിഞ്ഞ കട്ടർ ബ്ലേഡിന്റെ ഒരു ഭാഗം ദീപുവിന്റെ വാഹനത്തിൽ നിന്ന് പോലീസിന് കിട്ടി. സുനിൽ നൽകിയ കൊട്ടേഷനാണോ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുനിൽ ഒളിവിലാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷത്തിൽ 7.5 ലക്ഷത്തോളം രൂപയാണ് അമ്പിളിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ബാക്കി 3 ലക്ഷം രൂപ എവിടെയെന്നതും ദുരൂഹമായി തുടരുകയാണ്. കൊലയ്ക്ക് ശേഷം വസ്ത്രം മാറി ടീഷർട്ടും പാൻസും ധരിച്ച് അമ്പിളി രക്ഷപ്പെടുന്ന ചിത്രവും പോലീസിന് ലഭിച്ചു. അതിനാൽ ഒന്നിലധികം പേരുടെ ആസൂത്രണമുള്ള കൊട്ടേഷൻ കൊലപാതകമെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. അതിനിടെ പ്രതിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി ഒരു മെഡിക്കൽ സ്റ്റോറിലെത്തി കളിയിക്കാവിളയിലേക്ക് പോകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവിടെ വെച്ച് ഫോൺ വാങ്ങി വിളിച്ചു. വിളിച്ചത് പാറശാല സ്വദേശി സുനിലിനെയെന്നാണ് വിവരം. പണത്തിനു വേണ്ടി മാത്രമാണോ ഇവർ ഈ ക്രൂരകൃത്യം ചെയ്തത്, അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അമ്പിളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 7.5 ലക്ഷത്തിന് പുറമെയുള്ള പണം എവിടെയാണ്? പ്രായാധിക്യവും രോഗവുമുള്ള അമ്പിളി ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത്? ഇതടക്കം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. കളിയിക്കാവിളയിൽ നിന്നും ജിനുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. കളിയിക്കാവിള ദീപു കൊലപാതകത്തിൽ പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാറിനെ കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, എപ്പോഴാണ് ഈ പ്രതിയെ അവിടെ കൊണ്ടുവന്നത്? തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിൻ്റെ കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ പ്രതി എത്തുന്നതിൻ്റെ സൂചനകളാണ് വരുന്നത്. വളരെ വിചിത്രമായ മറുപടികളാണ് ഈ പ്രതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി അതായത് ദീപു തന്നെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് അദ്ദേഹം പോലീസിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ കളിക്കാവിള ദീപു കൊലക്കേസിലെ മുഖ്യപ്രതി അമ്പിളിയെ കളിക്കാവിള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്ന ഈ അമ്പിളി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഈ കളിക്കാവിലെ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇനി ചില ഔദ്യോഗിക നടപടികളാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇനി ഈ അമ്പിളി നൽകിയ കുറ്റസമ്മത മൊഴി ഒപ്പിട്ട് വാങ്ങണം. അതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകണം. അവിടുന്ന് നേരെ കുഴിത്തുറ കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം റിമാൻഡ് ചെയ്യും. പോലീസ് ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെയായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഈ അമ്പിളിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വിചിത്രമായ മറുപടി ആയിരുന്നു ഈ അമ്പിളി പോലീസിന് നൽകിയിരുന്നത്. അതായിരുന്നു പോലീസിനെ ഏറ്റവും അധികം കുഴപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഈ കൊലപാതകം നടത്തിയെന്നടക്കമുള്ള മൊഴി നൽകിയിരുന്നു. ഈ മൊഴി വിശ്വസിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പാറശാലയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഡീലറായ സുനിലിലേക്ക് അന്വേഷണം എത്തിയത്. ഈ സുനിൽ നൽകിയ കൊട്ടേഷനാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഈ സാധനങ്ങളടക്കം നൽകിയത് ഈ സുനിൽകുമാറാണ്. ഈ സുനിൽകുമാറിനെ ഇതുവരെയ്ക്കും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും തമിഴ്നാടിന്റെ പ്രത്യേക അന്വേഷണ സംഘം സുനിൽകുമാറിനെ കണ്ടെത്താനുള്ള തെരച്ചിലാണ്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഈ മുഖ്യപ്രതി അമ്പിളിയെ ഇന്ന് തന്നെ രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് കളിയിക്കാവിള പോലീസ് സ്റ്റേഷൻ നമുക്കൊപ്പം ചേർന്നത്. കളിയിക്കാവിളയിൽ പോലീസ് സ്റ്റേഷനിൽ മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട അമ്പിളിയെ എത്തിച്ചു കഴിഞ്ഞു.
സജികുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. അദ്ദേഹത്തിൻ്റെ ഓമന പേരാണ് ചൂഴാറ്റുകോട്ട അമ്പിളി. അമ്പിളിക്കല മുഴുവൻ മായുന്ന ലക്ഷണമുണ്ട്. കഴുത്തറുത്തല്ലേ കൊന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.